ഹലോ. നമുക്കേ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ചിക്കൻ മാഗി ക്യൂബ് ഇല്ലേ, അതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാട്ടാ. അതിനായിട്ട് ഇതേ 3 പീസോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വലിയൊരു പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയതുണ്ട്, 7-8 വെളുത്തുള്ളി അല്ലിയുണ്ട്, പിന്നെ ഒരു പകുതി സബോളയുടെ കഷ്ണങ്ങളാക്കിയതും അതുപോലെ തന്നെ ഒരു പകുതി ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയതും കുറച്ച് ക്യാപ്സിക്കും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. 4-5 വിസിൽ വരുന്നവരെ വേവിക്കാം കേട്ടോ. അതിൻ്റെ വിസിലെല്ലാം ഫുള്ള് പോയി പ്രഷർ എല്ലാം കളഞ്ഞ ശേഷം നമുക്കത് തുറന്ന് നോക്കാം. അത് തുറന്നിട്ട് നന്നായി ഉടച്ച് ചേർക്കണം കേട്ടോ. നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. അത് ഉടച്ചിട്ട് അതൊരു അരിപ്പയിൽ അരിച്ചെടുത്തിട്ട് അതിൻ്റെ സ്റ്റോക്ക് എടുത്ത് മാറ്റി വെക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവറും കൂടി വേണം കേട്ടോ. ഒരു ഇത്തിരി കോൺഫ്ലവർ കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കി മാറ്റി വെക്കാം. ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റോക്ക് വരുന്നത്. പിന്നീട് ഇത് ഓയിലാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്, വെളിച്ചെണ്ണയല്ല. ഓയിൽ ചൂടാക്കിയിട്ട് അതിൽ ഗരം മസാലപ്പൊടി ഇടുക, കുരുമുളക് പൊടി ഇടുക, ഓരോ സ്പൂൺ വീതം. പിന്നെ അതിലേക്ക് നമ്മുടെ ചിക്കൻ സ്റ്റോക്കും കൂടി ഒഴിച്ച് തിളപ്പിക്കുക. അത് തിളച്ച് വരുമ്പോൾ കോൺഫ്ലവർ കലക്കിയതും കൂടി ഒഴിച്ച് കട്ടയാക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് കട്ടയാവുന്ന ആ പാകത്തിന് എടുക്കാം. അതൊന്ന് തണുത്ത് മാറി വരുമ്പോൾ നമുക്ക് ഓയിൽ പുരട്ടി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിപ്പോൾ ഐസ് ട്രേയിലേക്കാണ് മാറ്റണത്. നമ്മൾ ഫ്രീസറിൽ വെച്ചൊന്ന് കട്ടയാക്കി എടുക്കണം. 6-7 മണിക്കൂറോളം കട്ടയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓയിൽ തേച്ചിട്ടുണ്ട് ഈ ഐസ് ട്രേയിൽ, അതിലാണ് ഒഴിച്ചു കൊടുക്കണത്. നമ്മൾ പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ പിറ്റേ ദിവസമാട്ടോ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നല്ലോണം കട്ടയിട്ടുണ്ട്. അത് ഇന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നില്ല, അതുകൊണ്ട് ഞാനൊരു ഫോർക്ക് കൊണ്ടാട്ടോ കുത്തിയെടുക്കണത്. അപ്പം അതേ മാഗി ക്യൂബ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ മാഗി ക്യൂബ് കൊണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന അതേ സെയിം സംഭവം തന്നെയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ മാഗി ക്യൂബ്. നമ്മളിത് വീട്ടിലുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ തന്നെ എടുത്ത് വെച്ചാൽ മതി, നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. കടയിൽ നിന്ന് കെമിക്കൽസ് ചേർത്ത് ഉണ്ടാക്കുന്ന മാഗി ക്യൂബിനൊക്കെ എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ നമ്മളിതേ വീട്ടിലുണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.